ഓക്കെ, ഗുഡൻ ആബൻഡ്. നമുക്കിന്ന് നേരത്തെ ഞാൻ ഈ പാര വരെ ഞാൻ പഠിപ്പിച്ചായിരുന്നു. അടുത്ത് ഇവിടെ നമുക്ക് ഈ പാര ഉണ്ടല്ലോ, ഈ പാരയിൽ നമ്മൾ ഇത് വെച്ച് നോക്കിയപ്പോൾ ഇത് സ്റ്റുഡൻറ്റിൻ ഈ പാരഗ്രാഫ് ഒരു ടാക്സി ഫാറിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ഒരു കെൽനർ എന്ന് വെച്ചാൽ ഒരു വെയിറ്ററിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ഒരു ആർട്സിന് ഒരു ഡോക്ടറിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് നെക്സ്റ്റ് പേജ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്ന കണ്ടോ. ഇതെന്ന് വെച്ചാൽ ഈ ബോക്സ് എന്താണ്, അർബൈറ്റൻ സി സൂസ്വൈറ്റ് പാർട്ട്ണർ ആ സാമൽറ്റ് ഇൻഫർമേസിയോണൻ ഓസ് ടെക്സ്റ്റ് ആ ഉൺ ബേ പാർട്ട്ണർ ബേ സാമൽറ്റ് ഇൻഫർമേസിയോണൻ ഓസ് ടെക്സ്റ്റ് സേ ഉണ്ട് ഡേ നോയ്റ്ററൻ സി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ പാരഗ്രാഫിൽ ഈ 4 പേര് ഇവിടെ പഠിച്ചില്ലേ, ഈ 4 പേരെയും കുറിച്ച് ഈ പാരയിൽ ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഇൻഫർമേഷൻ വെച്ച് നമുക്ക് ഈ കോളം ഫില്ല് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ആമിന മാസിൻ, ലിയോൺ ഷോപ്പെ, ഫാബിയൻ കോഫ്ലിംഗർ ഉണ്ടായിരുന്നു, മാഗ്ഡ ഡോണറ്റ്. അപ്പോൾ വാസ് ഈസ്റ്റ് എർ ഓർ സി വോൺ ബെറുഫ് അവരുടെ വർക്ക് എന്തുവായിരുന്നു? വോൺ അർബൈറ്റഡ് എർ ഓർ സി അവർ എപ്പോഴാണ് വർക്ക് ചെയ്തിരുന്നത്? വോൺ ഹാറ്റ് എർ ഓർ സി ഫ്രൈ അവർ എപ്പോഴാണ് ഫ്രീ ആയിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തുവാണ് നോക്കാം. നമുക്ക് ആമിന മാസിന് അവരുടെ വർക്ക് എന്തുവാണ്, അവർ എപ്പോഴാണ് വർക്ക് ചെയ്തത്? വോൺ അർബൈറ്റ്. അടുത്ത് എപ്പോഴായിരുന്നു അവർ ഫ്രീ ടൈം, ഫ്രൈ എപ്പോഴായിരുന്നു? വോൺ ഹാറ്റ് എർ സി എർ ഓർഡർ സി ഫ്രൈ. അപ്പം നമുക്ക് ആമിന മാസിൻ്റെ പാരഗ്രാഫ് നോക്കാം. ആമിന മാസിൻ ഒരു സ്റ്റുഡൻറ്റിനാണ്. അപ്പം നമുക്ക് അത് വായിക്കാം. ഇഷ് ബിൻ സ്റ്റുഡൻറ്റിൻ und ich bin 22 Jahre alt. Ich habe pro Woche 24 Stunden in Seminare und Kurs. Von Montag bis Freitag die Universität ist sehr groß. 20.000 Studenten und Studentinnen am Nachmittag lernen und am Samstag arbeite ich im Kino. ഓക്കെ, അപ്പം നമ്മൾ എന്തുവാണ്, സ്റ്റുഡൻ്റ് ആണ്, 22 year old ആണ്. എന്തുവാണ് ഇത്? പെർ വീക്കിൽ 24 hours ആണ്. സ്റ്റുഡൻ്റ് ആണെന്ന് വെച്ചാൽ അവേഴ്സ് എന്നാണ്. സെമിനാറി ആണ് അറ്റൻഡ് ചെയ്യുന്നത്. മോണ്ടാക് ടു ഫ്രൈറ്റാക്ക് ക്ലാസ് ഉണ്ട്. ദി യൂണിവേഴ്സിറ്റി എന്താണ്? ദ യൂണിവേഴ്സിറ്റി ഈസ് സെയർ ഗ്രോസ് വലിയ യൂണിവേഴ്സിറ്റിയാണ്. അതിൽ 25 പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട്. നാക്മിറ്റാക്കിലാണ് ഒരു ക്ലാസ് എന്തോ ലാൻ ചെയ്യുന്നുണ്ട്. സാറ്റർഡേയ്സിൽ സാംസ്റ്റാക്കിലാണ് എന്തോന്ന് കീനോ സിനിമയ്ക്ക് പോകുന്നുണ്ട്. ബാക്കിയുള്ളത് സോൺടാക്കാണ്. ഇപ്പോൾ ഇവർ ഫ്രീ ആയിട്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ബാക്കിയുള്ളത് സോൺടാക്ക് അല്ലേ, അപ്പോൾ സോൺടാക്കാണ് ഫ്രീ. അപ്പോൾ നമ്മൾ ഈ കോളത്തിൽ എന്താ എഴുതാനുള്ളത്? ആമിന മാസിൻ വാസ് ഇസ്റ്റ് സി അല്ലേ, ഇത് പെണ്ണല്ലേ, അപ്പോൾ സി ഓൺ ബൈ റൂഫ് സ്റ്റുഡൻറ്റിൻ അല്ലേ. അപ്പോൾ സ്റ്റുഡൻറ്റിൻ എന്ന് എഴുതണം. ഫെമിനിൻ ആയതുകൊണ്ടാണ് സ്റ്റുഡൻറ്റിൻ. ഇത് ഒരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ സ്റ്റുഡൻറ്റൻ എന്നിട്ടാൽ മതിയായിരുന്നു. അപ്പോഴാണ് വർക്ക് ചെയ്യുന്നത് ക്ലാസ് അല്ലേ. വോൺ ഫ്രം എന്ന് വെച്ചാൽ ഫ്രം ആണ്. മോൺടാഗ് ബിസ് എന്ന് വെച്ചാൽ 2 ആണ്. ഫ്രൈ ടാഗ് ഓക്കെ. ഫ്രം മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ഉണ്ട്. ഫ്രീ ആയിരിക്കുന്ന ടൈം സോൺടാഗ് ആണ്. അടുത്ത് നമുക്കുള്ളത് ലിയോൺ ഷിയോപ്പാണ്. ഓക്കെ, അപ്പം ലിയോൺ ഷിയോപ്പ് ആരായിരുന്നു? ലിയോൺ ഷിയോപ്പ് ഒരു കെൽനർ ആയിരുന്നു അല്ലേ. കെൽനർ എന്ന് വെച്ചാൽ ഒരു വെയിറ്റർ ആണ്. ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ഒരു കെൽനർ ആയിരുന്നു. അപ്പോൾ അവരുടെ വർക്ക് എന്തുവാണ്, ഏതൊക്കെ സമയത്താണ് വർക്ക് ചെയ്തിരുന്നത്, ഏതൊക്കെ ടൈമാണ് ഫ്രീ ആയിരുന്നതെന്നാണ് നോക്കേണ്ടത്. ഇഷ് ബിൻ കെൽനർ und arbeite in 2 Restaurant. Ich arbeite pro Woche 46 Stunden meistens am Abend und am Wochenende. Aber ich habe 2 Tage frei, Montag und Dienstag. ഞാനൊരു കെൽനറാണ്. 2 റെസ്റ്റോറൻറ്റ് 2 റെസ്റ്റോറൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ 46 hours ആണ് വർക്ക്. പിന്നെ ആബൻഡിലും വോഗനൻഡിലും ആണ് കൂടി വർക്ക് ഉണ്ട്. പിന്നെ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈം എന്ന് വെച്ചാൽ മോൺടാക്കിലും ഡീൻസ്റ്റാക്കിലുമാണ് ഫ്രീ ആയിട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അത് എഴുതണം കേട്ടോ. ലിയോൺ ഷോപ്പെ
വർക്ക് എന്തുമായിരുന്നു? കെൽനറായിരുന്നു. പിന്നെ വർക്ക് ചെയ്തിരുന്നത് സ്വൈ റെസ്റ്റോറൻറ്റിലും 46 hours ആണ്. ഫ്രീ ടൈം മോൺടാക്ക് ഡീൻസ്റ്റാക്കും ആണ്. അപ്പം നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളിൽ വർക്കായിരുന്നു. അപ്പം ഡീൻസ്റ്റാക്കിൻ്റെ അടുത്ത് മോൺടാക്ക് ഡീൻസ്റ്റാക്ക് തിങ്കളും ചൊവ്വയാണ് ഫ്രീ. അപ്പം ബാക്കി ടൈം വർക്കായിരുന്നു. അപ്പം നമുക്കത് എഴുതണം. ടാക്സി ഫാറർ എപ്പോൾ തൊട്ടാണെന്നുള്ളത് ഇവിടെ എഴുതാറുണ്ട് കേട്ടോ. ചൊവ്വ തൊട്ട് എഴുതണം. മിഷ്വാക്ക്, ഡോണസ്റ്റാക്ക്, ഫ്രൈറ്റാക്ക്, സാംസ്റ്റാക്ക്, സോൺടാക്ക് എഴുതണം. ഓക്കെ, ഫ്രീ ആയിരിക്കുന്നത് എപ്പോഴാണ്? മോൺടാക്കും ഡീൻസ്റ്റാക്കും ഇവിടെ എഴുതണം. അടുത്ത് നമുക്ക് വരുന്നത് ഫാർബിയൻ കോഫ്ലിംഗർ ആണ്. അവന്ന് വെച്ചാൽ ഒരു ടാക്സി ഫാററായിരുന്നു. അപ്പോൾ ടാക്സി ഫാററിന്റെ പാരഗ്രാഫ് നമുക്ക് വായിക്കാം. Ich bin Taxifahrer bei Taxi Central. Ich fahre 60.000 Kilometer pro Jahr und lese 100 Bücher. Ich warte viel und lese am Freitag habe ich frei. ഫ്രൈറ്റാക്കിലാണ് ഫ്രീ ആയിട്ട് ഇരിക്കുന്നത്. ഒരു ടാക്സി ഫാററാണ്. പിന്നെ എന്തുവാണ്? ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം അപ്പോൾ വർക്കായിരിക്കും. അപ്പോൾ എങ്ങനെ എഴുതണം? ഫാബിയൻ ഹോഫ്ലിംഗർ ടാക്സി ഫാറർ ആണ്. ഇത് എന്തുവാണ്? ഫ്രൈറ്റാക്കിലാണ് ഫ്രീ ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ബാക്കി ദിവസം എല്ലാം ഇവിടെ എഴുതണം. ഏതുവാണ്? ഫ്രൈഡേ അല്ലാതെ ബാക്കി ദിവസങ്ങൾ സോൺടാക്ക്, മോൺടാക്ക്, ഡീൻസ്റ്റാക്ക്, മിഷ്വാക്ക്, ഡോണസ്റ്റാക്ക് എല്ലാം ഇതിൽ എഴുതണം. അടുത്ത ആരാണ്? ഡോക്ടർ ആയിരുന്നു. മാഗ്ന ഡോണറ്റ് ആർട്സിനായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് എല്ലാ ദിവസവും വർക്കിംഗ് ആയിരിക്കുമല്ലോ ഡോക്ടർ എന്ന് പറയുമ്പോൾ, അതങ്ങ് എഴുതിയാൽ മതി. വർക്കിംഗ് ഓൾ ഡേയ്സും പിന്നെ ഫ്രീ ടൈമിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അടുത്ത് നമുക്ക് പറയാനുള്ളത് പ്രസന്ററിയൻ സി ഇയർ എ പേഴ്സൺ, ഇയർ പാർട്ട്ണറിങ് നോയിറ്റർട്ട്. അതുപോലെ നമ്മൾ പാർട്ട്ണറുമായിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ നടത്തണം. നെക്സ്റ്റ് പ്ലൂറൽ ഫോമൻ ലേസൺ സി ദ ടെക്സ്റ്റ് ഇൻ സിബൺ ആ നോ ഹൈൻമാൾ നോയിറ്ററൻ സിതി പ്ലൂറൽ ഫോമൻ. നമുക്ക് സിബൺ ആ വായിച്ചിട്ട് അതിലുള്ള വേർബ് നൗൺസ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ പ്ലൂറൽ ഫോമിൽ എഴുതണം. അതിൻ്റെ എൻഡും പറയണം. അപ്പോൾ അതിൽ എന്തൊക്കെയായിരുന്നു നമ്മൾ വായിച്ചതായിരുന്നു? കിലോമീറ്റർ വായിച്ചു അല്ലേ? ഡർ കിലോമീറ്റർ, ഡർ ആർട്സ്, ഡർ സ്റ്റുണ്ടേ, ഡസ് ബുക്ക്, ഡസ് റെസ്റ്റോറൻറ്റ് എന്നൊക്കെ വായിച്ചായിരുന്നു. അപ്പോൾ ഇതൊക്കെ സിംഗുലർ ഫോമാണ്. അപ്പോൾ ഇതിൻ്റെ പ്ലൂറൽ ഫോം എന്ന് പറയുമ്പോൾ ഡർ കിലോമീറ്റർ എന്നുള്ളത് ദി കിലോമീറ്റർ എന്നാവും. ഡർ ആർട്സ് എന്നുള്ളത് ദി ആർട്സേ എന്നാവും പ്ലൂറൽ ആവുമ്പോൾ. ദി സ്റ്റുണ്ടേ എന്ന് പറയുന്നത് ദി സ്റ്റുണ്ടൻ എന്നാവും. ഡസ് ബുഹ് എന്ന് പറയുന്നത് ദി ബുഹർ, ഈ ആറും കൂടി ചേർന്ന് വരും. ഡസ് റെസ്റ്റോറൻറ്റ് ദി റെസ്റ്റോറൻറ്റ്സ് എന്നാകും, എസ് ചേരും കേട്ടോ. ദി എന്ന് പറയുന്നത് ആർട്ടിക്കിള്, പ്ലൂറൽ ആർട്ടിക്കിൾ ആണത്. ഓക്കെ, എൻഡുങ് ഇപ്പോൾ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇ ആർ വന്നിട്ടുണ്ട്. ദി ആർട്സേ എന്ന് പറയുമ്പോൾ ഇ ചേർത്തിട്ടുണ്ട് കണ്ടോ, ഇവിടെ നിന്ന് ഇ ചേർത്തിട്ടുണ്ട്. ദി സ്റ്റുണ്ടേ എന്ന് പറയുമ്പോൾ ഇയൻ പ്ലൂറൽ വരുമ്പോൾ സ്റ്റുണ്ടൻ എന്നായി, ഇപ്പോൾ ഇയൻ ചേർത്തിട്ടുണ്ട്. ഡസ് ബുഹ എന്ന് പറയുമ്പോൾ ദി ബുഹർ എന്നാണ്, അപ്പോൾ ഇ ആർ ചേർത്തിട്ടുണ്ട്. ഡസ് റെസ്റ്റോറൻറ്റ് എന്നുള്ളത് പ്ലൂറൽ ഫോം ആയപ്പോൾ ദി റെസ്റ്റോറൻറ്റ്സ് എന്നായി, അപ്പോൾ ടി എസും കൂടി ചേർത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് പറയാനുള്ളത് മാർക്കറിൻ. നെക്സ്റ്റ് എക്സസൈസ് ആണ്. ഇതിൽ നമുക്കൊരു ഹോറണും കൂടി ഉണ്ട്. മാർക്കറിൻ സി ദി പ്ലൂറൽ എൻഡുങ്ങൽ ഇൻ ആക്ട് ആ വെൽഷ് എൻഡുങ്ങൽ ഗിഫ്റ്റസ് ഓർഡിനൻസ് ഇസു. അപ്പോൾ ഈ എൻഡുങ്സ് വരുന്ന വേർഡ്സ് നമുക്ക് എഴുതി എക്സസൈസ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പം നമുക്കിവിടെ വേർഡ് കാർഡേ കൊടുത്തിട്ടുണ്ട്. ഡർ ആർട്സ് എന്ന് പറയുമ്പോൾ ദി ആർട്സ്, അതുപോലെ കുറച്ച് പ്ലൂറൽ ഫോമൊക്കെ നമുക്ക് എഴുതി പഠിക്കാനുണ്ട്. അടുത്ത് വെൽഷ് നോയിൻ ആ ആണ്. വെൽഷെ ബെറൂഫെ സിൻഡസ് ഓർഡിനൻസ് ഇസു കനോൺസി നോക്ക് അന്തേരെ ബെറൂഫ്. നമ്മൾ ഈ പിക്ചേഴ്സും ഈ കൊടുത്തിരിക്കുന്ന ബെറൂഫ്സും ഏതാണ് മാച്ച് ആവുന്നത് നോക്കി അത് എഴുതണം. ഇപ്പം ആദ്യം എന്ന് പറയുമ്പോൾ